ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് കാണുമ്പോഴേ അറിയാം എല്ലാവർക്കും. ഇത് ഇടിഞ്ചക്ക, അതായത് ചക്ക പൂർണ്ണമായി വലിപ്പം എത്തുന്നതിന് മുൻപേ നമ്മളെടുത്ത് തോരനൊക്കെ വെക്കുന്ന ഇടിഞ്ചക്ക. ഇത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നും നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതെ, നമ്മുടെ ഇടിഞ്ചക്ക ചെറുതായി നന്നായി കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കാം ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന്. അപ്പോൾ അതെ, നല്ല 2 സവാള ചെറുതായി അരിഞ്ഞത്, അരമുറി തേങ്ങാപ്പീര, ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അല്പം ഇഞ്ചി, അല്പം കറിവേപ്പില. അതിലേക്ക് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങാപ്പീരയും അല്പം മഞ്ഞൾപ്പൊടിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ മസാലയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇടിഞ്ചക്ക ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് താളിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി നുറുക്കിയ 4 വറ്റൽമുളക്, അല്പം അരി ചെറുതായി അരിഞ്ഞ് 3 കഷ്ണം ചെറിയ ഉള്ളി, അല്പം കറിവേപ്പില. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇടിഞ്ചക്ക തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഇപ്പം ചക്കയുടെ സീസണാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ബായ്.